എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒ പിയിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം BPH എന്ന് പറയുന്ന കണ്ടീഷനായിട്ട് വരുന്ന ഒരു പുരുഷന്മാർക്ക് നമ്മൾ ഡയറ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർ ഈ മെഡിസിൻസിൻ്റെ കൂടെ തന്നെ ഈ കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു 3 മാസമോ അല്ലെങ്കിൽ 4 മാസം കൊണ്ട് തന്നെ നല്ല ചേഞ്ചസ് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ പേഷ്യൻസിന് ഈ പ്രോസ്റ്റേറ്റിൻ്റെ കംപ്ലയിൻസുമായിട്ട് വരുന്ന സമയത്ത് ഷെയർ ചെയ്ത് കൊടുക്കാറ്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാറുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. അപ്പോൾ നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ പ്രശ്നം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റിൻ്റെ ഇൻഫ്ലമേഷൻ കാരണം പ്രോസ്റ്റൈറ്റിസ് എന്നുള്ള കണ്ടീഷൻ വരാറുണ്ട്. പിന്നെ മറ്റൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രന്ഥിയുടെ വീക്കം കൂടുന്നത്, എൻലാർജ്മെൻറ്റുമായിട്ട് വരാറുണ്ട്. കൂടുതലായിട്ട് വരുന്നത് ഈ BPH, ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലേഷ്യ എന്ന് പറയുന്ന കണ്ടീഷനാണ്. എസ്പെഷ്യലി ഒരു 50+ ആയിട്ടുള്ള പുരുഷന്മാരാണ് ഇത്തരം കംപ്ലയിൻസുമായിട്ട് വരാറുള്ളത്. അതായത് അവർക്ക് മൂത്രമൊഴിക്കാനുണ്ടാകുന്ന ബുദ്ധിമുട്ട്, കംപ്ലീറ്റ് ആയിട്ട് യൂറിൻ പാസ് ചെയ്ത് പോവാത്ത കണ്ടീഷൻ, കുറേ നേരം എടുത്ത് യൂറിൻ പാസ് ചെയ്യുന്ന കണ്ടീഷൻ, അതുപോലെ തന്നെ യൂറിൻ്റെ ഫ്ലോയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും കംപ്ലീറ്റ് ആയിട്ട് പോവാതെ ഡ്രോപ്പായിട്ട് പോകുന്ന അവസ്ഥ, ഇത്തരത്തിലുള്ള കണ്ടീഷൻസ്, അതുപോലെ തന്നെ ലൈംഗികപരമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒക്കെ പലപ്പോഴും പേഷ്യൻസ് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ കംപ്ലയിൻസ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് കാര്യങ്ങളും കൊടുക്കാറുണ്ട്. എസ്പെഷ്യലി ചിലപ്പോൾ അവർക്ക് ഈ കംപ്ലയിൻസ് ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷേ അവർക്ക് പ്രോസ്റ്റേറ്റിൻ്റെ എൻലാർജ്മെൻറ്റ് നമ്മൾ സ്കാനിങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്രത്തോളമൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ കംപ്ലയിൻസ് അവർക്ക് വളരെ ഉണ്ടാക്കുന്നതായിരിക്കും. അത്തരം ആൾക്കാർക്ക് നമുക്ക് അവർ കംപ്ലയിൻസ് നോക്കിയിട്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ എൻലാർജ്മെൻറ്റും കുറയ്ക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് കംപ്ലയിൻസും കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട്. പലപ്പോഴും ഉണ്ടാകുന്നത് പേഷ്യൻസിൻ്റെ സ്കാനിങ് റിപ്പോർട്ടിൽ ചിലപ്പോൾ ഗ്രേഡ് 1 പ്രോസ്റ്റേറ്റ് അല്ലെങ്കിൽ ഗ്രേഡ് മൈൽഡ് പ്രോസ്റ്റേറ്റോ മെഗാലി ഇങ്ങനെയൊക്കെയാണ് കാണാറുള്ളത്. അതായത് ചെറിയ രീതിയിലുള്ള ഗ്രന്ഥി വീക്കം മാത്രമേ കാണാറുണ്ടാവുള്ളൂ. പക്ഷേ അവർക്ക് വരുന്ന സിംറ്റംസ് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നതായിരിക്കാറുണ്ട്. ഈ യൂറിൻ പിടിച്ചു വയ്ക്കാൻ ബുദ്ധിമുട്ടുകൾ, ഇടയ്ക്കിടയ്ക്ക് പോകാനുള്ള കംപ്ലയിൻസ് ഒക്കെ അവർക്ക് നേരത്തെ തുടങ്ങും. അപ്പോൾ പലപ്പോഴും അതിന് മരുന്ന് എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പോവും, പക്ഷേ അവർക്ക് ബുദ്ധിമുട്ട് അപ്പോഴും ഉണ്ടാവും. നമുക്കിവിടെ ഹോമിയോയിൽ നമുക്ക് ഈ കംപ്ലയിൻസിൻ്റെ സിംറ്റംസ് നോക്കിയിട്ട് മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ വേറെ സൈഡ് എഫക്റ്റോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കത് കംപ്ലീറ്റ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ PSA ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഒക്കെ എല്ലാം നോർമൽ ആയിരിക്കും. എന്നാൽ പോലും ഈ പ്രോസ്റ്റൈറ്റിസ് എന്നുള്ള കണ്ടീഷൻ പലപ്പോഴും സ്കാനിങ്ങിൽ കാണില്ല. പക്ഷെ സിംറ്റംസ് വൈസ് നോക്കുന്ന സമയത്ത് ഈ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാലുള്ള ചെറിയൊരു പുകച്ചിൽ കാര്യങ്ങളൊക്കെ ഈ പ്രോസ്റ്റേറ്റിൻ്റെ നീർക്കെട്ട് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കാണും. അത് എപ്പോഴും ഈ സ്കാനിങ്ങിൽ കാണണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിലും നമുക്ക് മരുന്നുകൾ കൊണ്ട് തന്നെ ഇത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റാറുണ്ട്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ്, ഞാനൊരു സിമ്പിളായിട്ട് കുറച്ച് 5 കാര്യങ്ങൾ പറഞ്ഞു തരാം. ഈ 5 കാര്യങ്ങൾ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ട്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന വീക്കം കാര്യങ്ങൾ ഒരു പരിധി വരെ തന്നെ നമുക്ക് കുറച്ച് കൊണ്ടുവരാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് തന്നെ പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ട്, ഇപ്പോൾ അച്ഛനോ ഗ്രാൻഡ് ഫാദറിനോ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ മിക്കവാറും അത് അടുത്ത ജനറേഷനിലേക്ക് പോകാനുള്ളത് ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരക്കാരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട്, നിങ്ങൾക്ക് മലബന്ധത്തിന് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇത് ഈ എൻലാർജ്മെൻറ്റ് കാര്യങ്ങൾ ട്രിഗർ ചെയ്യാനും കംപ്ലയിൻസ് കൂട്ടാനും സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്ന, മലബന്ധത്തിന് ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കുക. അതുപോലെ തന്നെ അതിന് വേണ്ട പച്ചക്കറികളും കാര്യങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബേസിറ്റിയാണ്, അതായത് അമിതവണ്ണം. അമിതവണ്ണമുള്ള ആൾക്കാർക്കും പ്രോസ്റ്റേറ്റിൻ്റെ കംപ്ലയിൻറ്റും ഈ പ്രഷർ കാരണം യൂറിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ സിറ്റിംഗ് ജോബ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൂടെ ഈ അരഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും അതിനെ തുടർന്നിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന പല ചേഞ്ചസും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒബേസിറ്റി, അമിതവണ്ണവും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരുത്തം, എസ്പെഷ്യലി എയർ കണ്ടീഷൻ AC-യിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ സർക്കുലേഷൻ കാര്യങ്ങൾ കുറഞ്ഞ് ഇതിനെ തുടർന്നിട്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട്. ഇനി മൂന്നാമത്തതാണ് ഡയറ്റ്.
എന്തൊക്കെയാണ് നമ്മൾ ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ടതും ഉൾപ്പെടുത്തേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലേഷ്യ എന്ന് പറയുന്നത് പലപ്പോഴും അത് ഹോർമോണിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവ് മെല്ലെ കൂടുകയും ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കുറയുക. ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ള ഹോർമോൺ അത് ഡൈഹൈഡ്രോക്സി ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ളൊരു മറ്റൊരു കണ്ടന്റിലോട്ട് അത് മാറുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇത് തടഞ്ഞാൽ പോരെ, അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയാൽ മതി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ലൈക്കോപ്പിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളത്. അതെന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതലുള്ളത് തക്കാളിയിലാണ്. തക്കാളി നിങ്ങൾ കഴിക്കുന്ന സമയത്ത് റോ ആയിട്ട് പച്ചയ്ക്ക് കഴിക്കാതെ ഒന്ന് കുക്ക് ചെയ്തിട്ട് കഴിക്കുക. ചൂടോടുകൂടെ തക്കാളി കറി പോലെ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. അതുപോലെ തന്നെ അതിൽ കുറച്ച് ഒലീവ് ഓയിലും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് ഉണ്ടാവുന്ന വെച്ചാൽ ഈ ലൈക്കോപ്പിൻ എന്ന് പറയുന്ന സംഭവം ഫാറ്റ് സോലിബിൾ ആണ്, അതായത് കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. അപ്പോൾ തക്കാളിയിലുള്ള ഈ ലൈക്കോപ്പിനിൽ നിങ്ങൾ കുറച്ച് ഒലീവ് ഓയിലും കൂടെ ആഡ് ചെയ്ത് കഴിച്ചാൽ അതിൻ്റെ അബ്സോർപ്ഷൻ കൂടും. അങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഇതിൻ്റെ ഗ്രോത്ത് കുറയ്ക്കാൻ സഹായിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പിങ്ക് കളറിലുള്ള ഫ്രൂട്ട്സോ പച്ചക്കറികളോ നന്നായിട്ട് ഉൾപ്പെടുത്തുക. ഈ പിങ്ക് അല്ലെങ്കിൽ ഒരു റെഡ് കളറിലുള്ള ഫ്രൂട്ട്സിലും പച്ചക്കറികളിലും എല്ലാം തന്നെ ഈ ലൈക്കോപ്പിൻ്റെ അളവ് കൂടുതലാണ്. അതിൽ എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്ടർമെലൺ, തണ്ണിമത്തൻ ഇതിൽ കൂടുതലാണ്. അതുപോലെ തന്നെ പിങ്ക് കളർ ഉള്ളിലുള്ള പേരയ്ക്ക, ലൈക്കോപ്പിൻ്റെ അളവ് കൂടുതലാണ്. അതുപോലെ തന്നെ ബെൽ പെപ്പർ ഇല്ലേ, നമ്മളെ ക്യാപ്സിക്കം, ചുവന്ന കളറിലുള്ള ക്യാപ്സിക്കം, ഇത് നിങ്ങൾക്ക് കഴിക്കാം. ഇതിലൊക്കെ ധാരാളം ഈ ലൈക്കോപ്പിൻ എന്ന് പറയുന്ന കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ പിങ്ക് കളറുള്ള അനാറ്, പപ്പായ ഇതിലൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് കഴിക്കുന്നത് വഴി ലൈക്കോപ്പിൻ അളവ് കൂടുകയും ഇത് ഈ ഹോർമോൺ മറ്റൊരു കണ്ടന്റായി മാറുന്നത് തടയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താം. പിന്നെ മറ്റൊരു ഹോം റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറുത്ത എള്ളുണ്ടല്ലോ, ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് പൊടിക്കുക. അത് ഒരു ടേബിൾ സ്പൂൺ എടുക്കുക, അതിൽ തേനും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിഡ് മീലായിട്ട് ഇടഭക്ഷണമായിട്ടൊക്കെ നിങ്ങളിത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ദിവസവും ഓരോ നേന്ത്രപ്പഴം കഴിക്കാം. ഈ നേന്ത്രപ്പഴം കഴിക്കുന്നത് വഴി ഇതിലുള്ള പൊട്ടാസ്യം നമ്മുടെ മൂത്രസഞ്ചിയുടെ മസിൽസിനെ കറക്റ്റായിട്ട് ആക്ട് ചെയ്യാനും അതിലുണ്ടാകുന്ന ഈ ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പലപ്പോഴും കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. എന്നാൽ തന്നെയും വേറെ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം എടുക്കുക. കാരണം കൂടുതൽ എമൗണ്ട് പൊട്ടാസ്യം കയറി കഴിഞ്ഞാൽ പല കിഡ്നി ഡിസീസസിനും കാരണമാകാറുണ്ട്. അപ്പോൾ വേറെ കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ദിവസവും ഓരോ പഴം കഴിക്കുന്നത് കൊണ്ട് വേറെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്ന മറ്റൊരു ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് സിങ്ക് കൂടുതൽ അടങ്ങിയിട്ടുള്ള നട്ട്സ് കാര്യങ്ങളാണ്. പയറ് വർഗ്ഗങ്ങളും നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉൾപ്പെടുത്താം. ഈ സിങ്കിന്റെ പ്രോപ്പർട്ടിയും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോണിനെ കൺവേർട്ട് ചെയ്യാതെ കറക്റ്റായിട്ട് അതിനെ ഫ്ലോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സിങ്കിന്റെ പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കൂടുതൽ അടങ്ങിയിട്ടുള്ള നട്ട്സ് കാര്യങ്ങൾ, പയറ് വർഗ്ഗങ്ങളൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ഈ പ്രോസ്റ്റേറ്റിന്റെ ഗ്രന്ഥിയുടെ വീക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കൂടുതലുള്ള ആൾക്കാർക്ക് ലോ ലിബിഡോ, അതായത് പലപ്പോഴും സെക്ഷലി അവർക്കൊരു താല്പര്യക്കുറവ് കാര്യങ്ങളൊക്കെ പൊതുവെ കണ്ടുവരാറുണ്ട്. അത്തരം ആൾക്കാരും ഇത് ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോസ്റ്റേറ്റിൻ്റെ കംപ്ലൈൻസ് എൻലാർജ്മെൻറ്റ് കുറയ്ക്കാതെ, ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാതെ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിൻ്റെ ഉൽപ്പന്നങ്ങളും മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുകൂടാതെ തന്നെ ഈ കപ്പലണ്ടിയുടെ അമിതമായിട്ടുള്ള ഉപയോഗവും മാക്സിമം കുറയ്ക്കുക എന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ജനറലി നമ്മുടെ ഒ പിയിൽ വരുന്ന പേഷ്യൻസിന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത്. അതുകൂടാതെ തന്നെ അത്യാവശ്യത്തിന് വെള്ളം കുടിക്കുക. വൈകുന്നേരം ഇപ്പോൾ രാത്രിയൊക്കെ മൂത്രം ഒഴിക്കുന്നത് കൂടുന്ന പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്കൊക്കെ ശേഷം വെള്ളം കൂടി കട്ട് ചെയ്യുക. രാവിലെ നന്നായിട്ട് കുടിച്ച് വൈകുന്നേരം 6 മണിക്ക് ശേഷം വെള്ളം കൂടി മാക്സിമം കുറയ്ക്കുക. ഇത്തരം ജനറൽ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും കംപ്ലയിൻറ്റ്സ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് കുറച്ചും കൂടെ നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ട് ഡയറ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കുക. ഇത് ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.
നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, സീനിയർ കൺസൾട്ടന്റ്, ഡോക്ടർ ബാസൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.